നമ്മുടെയൊക്കെ കാലിലൊക്കെ വരുന്ന ആണിയും അതുപോലെ തന്നെ അരിമ്പാറയും പാലുണ്ണിയും മാറാനായിട്ടുള്ള 4 ടിപ്പ് പറഞ്ഞു തരട്ടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു രീതിയിൽ സൈഡ് എഫക്റ്റും ഇല്ല, നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ മാറ്റിയെടുക്കട്ടെ. അപ്പോൾ കാലിൽ ആണി കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സ്കിപ്പ് ചെയ്യേണ്ടത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാവേ. അപ്പോൾ 4 ടിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആണിക്ക് വേണ്ടിയിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ ആണിയും അരിമ്പാറയും ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറും. അപ്പം ഒരു 1-2 ചുള വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞെടുക്കണേ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഗ്യാസ് അടുപ്പ് ഒന്ന് കത്തിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇത് ഒരുപാട് വേവിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ടല്ലോ, ഇത് കുഞ്ഞ് ചൂടിനോടെ തന്നെ നന്നായിട്ട് ഒരു അമ്മിയിലേക്കോ ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് നിന്ന് ചതച്ച് ഇങ്ങനെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഇതിന് ചെറിയ ഇളം ചൂടും ഉണ്ടാവും. അപ്പം ഇത് നമുക്ക് നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്തായിട്ട് ഇത് ചെയ്യണ്ടേ. അപ്പം നമ്മുടെ വീട്ടിൽ ഈ പേപ്പർ ടേപ്പോ എന്തെങ്കിലും ടേപ്പ് ഉണ്ടാവത്തില്ലേ, ഈ ടേപ്പ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ. എന്നിട്ടുണ്ടല്ലോ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇല്ലേ, അതായത് പോലെ ജസ്റ്റ് അത് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കാലിൽ ആണി ഉണ്ടെങ്കിൽ കാലിൽ ആണിയുടെ ഭാഗം എവിടെയാണോ ആ ആണിയുടെ മുകളിലേക്ക് ജസ്റ്റ് ഇതുപോലെ എടുത്ത് അങ്ങോട്ട് ഒട്ടിച്ചോട്ടോ. അപ്പോൾ ഇതിങ്ങനെ നിങ്ങളൊരു 4-5 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ ആണി ചുരുങ്ങി പോവുകയും ചെയ്യും. ആ ആണിയുടെ ഭാഗം ഇങ്ങനെ കുഴിഞ്ഞ് വന്നിട്ട് അതിങ്ങനെ ഇല്ലാണ്ടായി പോവും. പിന്നെ നിങ്ങൾക്ക് കയ്യിലൊക്കെ അരിമ്പാറ, വിരലിലൊക്കെ ചില ആളുടെയൊക്കെ കയ്യിൽ അരിമ്പാറ ഉണ്ടാവും. എൻ്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് എൻ്റെ കയ്യിൽ അരിമ്പാറ പോയി. അപ്പം കയ്യിലും അരിമ്പാറ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. കയ്യിലുള്ള അരിമ്പാറ ഇങ്ങനെ കുഴിഞ്ഞത് പോയിട്ട് അത് ഇല്ലാണ്ടങ്ങായി പൊക്കോളൂ കേട്ടോ. ഇനി ഇത് കയ്യിലൊക്കെ അരിമ്പാറയും പാലുണ്ണി വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള കേട്ടോ, മുഖത്തല്ല കേട്ടോ. മുഖത്ത് ചെയ്യാനുള്ള ടിപ്പ് ഞാൻ വേറെ പറഞ്ഞുതരാവേ. അപ്പോൾ ഇത് ചുവന്നുള്ളിയാണ്, ഒരു കുഞ്ഞ് കഷ്ണം ചുവന്നുള്ളി നിങ്ങളൊന്ന് അറ്റം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ ഈ കുഞ്ഞ് ചൂടിനോടെ തന്നെ അരിമ്പാറയും പാലുണ്ണി ഉണ്ടെങ്കിൽ കയ്യിലൊക്കെയാണ് ഇതുപോലെ, ഉള്ളം കയ്യിലൊക്കെയാണ് അരിമ്പാറയും പാലുണ്ണി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. കൈയുടെ മറ്റുള്ള ഭാഗത്തൊക്കെയാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലൊരു പൊള്ളൽ പോലെ വരും. അപ്പോൾ നിങ്ങൾക്ക് കൈയുടെ ഉള്ളിൽ ഉള്ളം കയ്യിലൊക്കെ ആണെങ്കിൽ മാത്രം അരിമ്പാറയും പാലുണ്ണിയുള്ള ഭാഗത്ത് അത് അതുപോലെ ചുവന്നുള്ളി ചൂടാക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു 3-4 ദിവസം അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് പൊക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പാലുണ്ണി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മുഖത്തൊക്കെ പാലുണ്ണി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പൊള്ളലേക്കോ എന്നൊക്കെ ഒരു പേടി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ ആയുർവേദ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പാണിത്. ഇത് ഇരട്ടിമധുരമാണ്, നമുക്ക് ആയുർവേദ അങ്ങാടി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. അപ്പം ഇരട്ടിമധുരം ഞാൻ നേരത്തെ കോലെടുത്ത് കാണിച്ചിട്ടുണ്ടാകും, നിങ്ങൾ ഓർക്കേണ്ടത് അത് ഇരട്ടിമധുരത്തിൻ്റെ കോലാണ്. അപ്പോൾ നമുക്ക് കോലല്ല വേണ്ടേ, നമുക്ക് ഇരട്ടിമധുരത്തിൻ്റെ പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഈ അങ്ങാടി ഷോപ്പുകളിൽ നിന്ന് നിങ്ങൾ വാങ്ങിയാൽ മതി ഇരട്ടിമധുരത്തിൻ്റെ പൊടി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരിത്തിരി തേൻ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഈ തേനും ഇരട്ടിമധുരത്തിൻ്റെ പൊടിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കി ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ, നിങ്ങൾ ആ പേസ്റ്റ് നിങ്ങളെ മുഖത്തൊക്കെ പാലുണ്ണി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ തൂത്ത് കൊടുത്താൽ മതി. റോസ് വാട്ടർ ഒഴിച്ചിട്ട് നിങ്ങളിങ്ങനെ ഈ നമ്മുടെ ഇരട്ടിമധുരം തേനും കൂടി ചേർത്ത് റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് ഇതിങ്ങനെ ഇളക്കിയിട്ട് നിങ്ങൾ മുഖത്തൊക്കെ ഫുള്ള് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ ബോക്സ് വന്നേക്കുന്ന പാടുകൾ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. അതല്ലാണ്ട് നമുക്ക് നിങ്ങൾ ഈ അല്ലാണ്ട് പാലുണ്ണിക്കാണെങ്കിൽ റോസ് വാട്ടർ മിക്സ് ചെയ്യേണ്ട, പേസ്റ്റ് പരുവത്തിൽ നിങ്ങൾ റോസ് വാട്ടർ മിക്സ് ചെയ്യാണ്ട് തേനും ഇരട്ടിമധുരത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ മുഖത്തിട്ട് കേട്ടോ, പാലുണ്ണി കൊഴിഞ്ഞു വെക്കോളൂ. ഇനിയുണ്ടല്ലോ, ഇത് കാലിലാണിക്കും അരിമ്പാറയ്ക്കും പാലുണ്ണിക്കും നല്ലൊരു ടിപ്പാണ്. ഇത് നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ മുറ്റത്ത്, ചിലരുടെ വീടിൻ്റെയൊക്കെ പറമ്പിലൊക്കെ ഉണ്ടാവും, ചിലത് ഇങ്ങനെ റോഡിൻ്റെ വഴിവക്കത്ത് കൂടെയൊക്കെ ഉണ്ടാവും. ഇത് ചിത്തിരപ്പാല എന്നൊക്കെ പറയും, ആണിപ്പാല, കുഴിനകപ്പാല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇത് ആണിപ്പാല എന്ന് പറയാൻ തന്നെ കാരണം ഇതിങ്ങനെ നമ്മൾ ഓടിക്കുമ്പോൾ ഇതുപോലെ ചെന വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെന ഉണ്ടല്ലോ, നമ്മുടെ ഈ മുഖത്തൊക്കെയാണ് പാലുണ്ടെങ്കിൽ ആ വേറെ ഭാഗത്താവാണ്ട് ആ പാലുൻ്റെ മുകളിൽ മാത്രമായിട്ട് ഈ ചെന നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. അത് നിങ്ങളൊരു ഒരാഴ്ച കടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാലുണ്ണി കൊഴിഞ്ഞു പോകും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ കാലൊക്കെ ആണി ഉണ്ടെങ്കിൽ കാലാണിയുടെ മുകളിലും ഇതുപോലെ തന്നെ നിങ്ങളത് ഈ കാലാണി ഉണ്ടെങ്കിൽ നമുക്കൊരു 2 ആഴ്ചയൊക്കെ നമ്മൾ ഇങ്ങനെ ഇത് വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അതേസമയം നമ്മൾ ഈ പാലുണ്ണിക്കും കയ്യിലെ അരിമ്പാറയ്ക്കും നിങ്ങൾ ഏകദേശം ഒരാഴ്ചയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരിമ്പാറയും പാലുണ്ണി പെട്ടെന്ന് പോവും, കാലാണ് പോയിട്ട് താമസം ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കുക, ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാം, നമുക്കും ചെയ്യാം. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. ഇതുപോലെ ടിപ്സ് വീഡിയോസിൻ്റെ പേജ് ഇതൊരു ഫോളോ ചെയ്തിരിക്കുകയാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കണം കേട്ടോ. ബൈ.